ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡായി സ്വാഗതം. വീഡിയോ ഇട്ട് കുറേ ദിവസമായി ഗൈസ്, കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മളൊരു വീടുണ്ടാക്കാൻ പോകും. വീടുണ്ടാക്കാനുള്ള റിസോഴ്സാണ് നമ്മൾ നേരത്തെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. വലിയ റിസോഴ്സ് ഒന്നും ഇല്ല, കുറച്ച് കല്ലും പിന്നെ കുറച്ച് വുഡും കുറച്ച് ലീവ്സും അങ്ങനെ ചെറിയ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്യൂട്ട് വീടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, ഇത്രയും റിസോഴ്സ് മാത്രം മതി. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് അപ്പം തന്നെ ഗ്യാദർ ചെയ്ത് വെക്കാം. ആ ഒരു ഫോറസ്റ്റിൽ നിന്നാണ്, അതൊരു ഫോറസ്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ കുറച്ച് വുഡും പിന്നെ ലീവ്സിൽ ഒപ്പിച്ചത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കേവ് ഞാൻ ഉണ്ടാക്കി, കേവ് പോലത്തെ സംഭവം. അവിടെ നിന്നാണ് ഞാൻ കോപ്പിസോ മൈൻ ചെയ്തത്. ഇതിനെ ഞാൻ മിക്കവാറും മൈനിങ് ആക്കും. ഞാൻ കുറച്ച് ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്, അത് എന്തായാലും നോക്കാം. ഓക്കെ, കുറച്ചായിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കുറച്ച് പ്ലെയിൻസ് ഉണ്ട്, ഗ്ലാസ് പ്ലെയിൻസ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളില്ല. ഓക്കെ, അത് വെച്ചൊരു പ്ലെയിൻസ് ഉണ്ടാക്കാം. ഓക്കെ, 16 അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി. എന്തായാലും നമ്മൾ അത്ര കിട്ടത്തുള്ളൂ. ഈ സ്ഥലം ഞാൻ കുറച്ച് ക്ലീൻ ആക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് ഇവിടെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ നമുക്കിവിടെ ക്ലീൻ ആക്കണ്ടേ. ഓക്കെ, നമ്മളിപ്പോൾ മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് 7x7 ബ്ലോക്ക് ഒരു സ്ക്വയർ ഉണ്ടാക്കണം. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന എല്ലാ വുഡും ഞാൻ പ്ലാങ്ക് ആക്കിയാണ്. ഇനി വുഡിട്ട് നമുക്ക് വുഡായിട്ട് തന്നെ വേണം. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഞാൻ മൈക്ക് ഓൺ ആക്കിയത് ഇത്ര നേരം ഞാൻ മൈക്ക് ഓൺ ആക്കാണ്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഇതിന് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 10-30 സെക്കൻഡിൽ എനിക്ക് വോയിസ് ഓവർ ചെയ്യണം. ഞാൻ നമ്മുടെ വുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ബിൽഡ് ചെയ്യാം. 15 ഉള്ളൂ, മതിയായിരിക്കും ഗൈസ്. ഒരു 4 ബ്ലോക്ക് പില്ലർ ഉണ്ടാക്കണം. ഗൈസ്, ഞാൻ കറക്റ്റായിട്ട് ഒരു വുഡും മിസ്സാക്കി വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മുടെ പെട്ടിക്കകത്തുണ്ടായിരുന്നു. അത് എത്തുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് വുഡായി കിട്ടും. ഓക്കെ, ആ പില്ലർ നമ്മൾ 4 സ്ഥലത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് ഇറങ്ങി തുടങ്ങാം. നൈറ്റായി. ഇനി പ്ലാങ്ക് ഇങ്ങനെ വെക്കണം. ഓക്കെ, പ്ലാങ്ക് സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂഫിലോട്ട് പോകാം. ഒരെണ്ണം ഇവിടെ വെക്കണം, നേരെ വെക്കണം. ഇവിടെ വെച്ചിട്ട് ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കണം. എന്നിട്ട് ഒരു പീസ് സ്റ്റെയർ എടുത്തിട്ട് തിരിച്ചു വെക്കണം. ഞാൻ വെക്കുന്നത് ഇപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായി കാണും. ഇത് കണ്ട കേസ്, ഇതുപോലെ ഒരു ആർച്ച് ഫീൽ നമുക്ക് അപ്പുറത്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ കൊള്ളാം. സ്റ്റെയർസ് ഇനിയും വേണം, ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വുഡിൻ്റെ സ്റ്റെയർ എടുത്ത് ഇങ്ങനെ വെക്കണം. രണ്ട് സൈഡിലും ഞാൻ ഈ ഒരു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല കാണാൻ. ഞാൻ കൂടെ വെക്കണം. ഇങ്ങനെയല്ല, തിരിച്ച് ഓക്കെ. സ്ലാബ് ഇങ്ങനെ വെക്കാം ഗൈസ്. ഇതിൻ്റെ നടുക്ക് വേറെ ഒന്നും വെക്കാനില്ല. ഈ സ്ലാബ് മാത്രമേ വെക്കാനുള്ളൂ. ഇവിടെയും കൂടെ നമുക്ക് റൂഫ് വെക്കാം. അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിൻഡോ വെക്കാനായിട്ട് ഒരു സ്ഥലം നമുക്ക് ഇവിടെ വെക്കണം. ഇവിടെ ഒരു സ്ഥലം ഉള്ളൂ, ഇപ്പുറത്തും അങ്ങനെ തന്നെ. ഇനി ഗ്ലാസ് പ്ലേസ് ചെയ്യാം ഗൈസ് എല്ലായിടത്തും. എനിക്കിതിൻ്റെ മുകളിൽ ഇപ്പോൾ ഗ്ലാസ് വെക്കണം അതോ വുഡ് വെക്കണം ആലോചിക്കട്ടെ. ഇത് കൊള്ളത്തില്ലേ ഗൈസ്, നമുക്ക് വുഡ് തന്നെ വെക്കാം. ഞാൻ കുറച്ച് ലാൻഡേൺ ഉണ്ടാക്കി വെക്കാൻ പോകുന്നു. ഓക്കെ, ഇവിടെ വെക്കാം. 2 കണ്ണ് പോലെ ഇരിക്കുന്നു. അവിടെ വെക്കുമല്ല ഗൈസ്, അവിടെ ഇരിക്കുമല്ല, തൂക്കിയിടണം. അപ്പം ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, കൊള്ളാം ഗൈസ്. ആ ഒരു ഗ്ലാസ് വെക്കാം. ഇവിടെ തന്നെ. ഓക്കെ, ഡോർ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഒരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് ഒരു ലാഡർ ഉണ്ടാക്കാം ഗൈസ്. മുകളിലായിരിക്കും നമ്മുടെ ബെഡ്റൂം ആയിരിക്കും. ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കി, പിന്നെ ലാഡർ അവിടെ ഇത് കാണിക്കുന്നില്ല ഇതിൽ, അല്ലാതാണ്ടിരിക്കുന്നു. ഓക്കെ, 6 മതി. ഇങ്ങനെ വെച്ചാൽ ബോറാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വെച്ച് നോക്കാം. അപ്പുറത്തോടെ നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അപ്പുറത്ത് മറ്റേ ബ്ലോക്ക് വെച്ചുകൊണ്ട് നമുക്ക് നേരെ കയറാൻ പറ്റത്തില്ല. കുഴപ്പമില്ല ഗൈസ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് ഒക്കെ. നമുക്കത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ അറിയാണ്ടൊന്ന് ഗെയിം ക്ലോസ് ചെയ്ത് അപ്പം തന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്ന്. ഇതിപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്തില്ല, പകരം ക്ലോസ് ചെയ്ത്. അതുകൊണ്ട് പ്രശ്നം പറ്റി. 3 ക്രീപ്പർ വെച്ച് പൊട്ടി ഗൈസ്. എൻ്റെ ചെസ്റ്റും പോയി ഗൈസ്. ഡയമണ്ടൊന്നും പറ്റിയില്ല ഭാഗത്തിന്. നമുക്ക് ചെസ്റ്റ് പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം ഗൈസ്. ഒരു ക്രീപ്പർ മാത്രമല്ല, ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്കും ഒരു ക്രീപ്പർ ഇവിടെയും പൊട്ടി, ഇപ്പുറത്തും പൊട്ടി ഗൈസ്. ഇവിടെ ഭയങ്കര ക്രീപ്പർ ശല്യം. പിന്നെ ഇവിടെ നേരത്തെ ഒരെണ്ണം പൊട്ടിയുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇവിടെ നേരത്തെ ഒരു ക്രീപ്പർ പൊട്ടിയാൽ. ഇനി നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കാൻ. അതിന് എനിക്ക് എൻ്റെ ഒരു വുഡില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് വുഡൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പോകാം. കുറച്ചുകൂടെ വുഡ് നമുക്ക് ഇട്ടിട്ടുണ്ട്. 31 വുഡ് ഇട്ടിട്ടുണ്ട്. 1 സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ഈ വുഡെല്ലാം നമുക്ക് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് ചെസ്റ്റ് ആക്കാം. പിന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ പരിപാടി. വലിയ ബെഡ്റൂമൊന്നും അല്ല, 2 ബെഡ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വലിയ ആഡംബരം ലക്ഷറി ബ്ലോക്കൊന്നും നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ജസ്റ്റ് അടുക്കി വെക്കാം ഗൈസ്. ഇവിടെ പിന്നെ ഇത് ഞാൻ ചുമ്മാ വെക്കുന്നേ ഉള്ളൂ. ഞാൻ അടുക്കി പഠിക്കൊന്നും വെക്കത്തില്ല, ജസ്റ്റ് ഉണ്ടാക്കാം.
മതി. ഒന്നുകൂടെ ഉണ്ടാക്കണം ഗൈസ്, 2 കൂടെ 2 4. ഇനി നമ്മളൊരു ഫുഡില്ല, എന്തായാലും ഇത്രയും മതി ഗൈസ്. അങ്ങോട്ടേക്ക് വെക്കുന്നില്ല, അവിടെ വേറെ സംഭവം ചെയ്യാണ്ട്. ഇനി നമ്മുടെ ബെഡ്റൂം വേണ്ട കറക്റ്റായിട്ട് ഇവിടെ വരും. ഇത് പിടിച്ചേക്കാം. പിന്നെ നമ്മൾ വാല്യബിൾസ് വെക്കാനായിട്ട് ഇവിടെ ഒരു പെട്ടി, സ്റ്റെയർ കേസില്ല, അവിടെ തന്നെ സ്റ്റെയർ കേസല്ല ലാഡർ. ഇവിടെ നമ്മുടെ ഫർണേസ്, മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ, ആനുവൽ അത്രയും വരത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബ്രോയിങ് സ്റ്റേഷൻ, ഒരു ചെറിയൊരു ബ്രോയിങ് സ്റ്റേഷൻ നമുക്കിവിടെ ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഇത് ഓക്കെ. 2 നമ്മൾ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്ലാസ് തന്നെ തിരിപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ എടുത്തിട്ടുണ്ട്. ആനുവൽ ഞാൻ ഇപ്പോൾ ഉണ്ടാകുന്നില്ല, കാരണം എൻ്റെ ഇപ്പോൾ കുറച്ചാണേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പൈനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടെന്ന്. ഇനി നമുക്ക് ബ്രൂയിങ് സ്റ്റേഷൻ ഇല്ല, അല്ല ബ്രൂയിങ് സ്റ്റാൻഡ് ഇല്ല നമ്മുടെ കയ്യിൽ. പകരം നമുക്കൊരു ബാരലും വെള്ളം വെക്കാം. ബക്കറ്റുണ്ട്, വെള്ളമില്ല. വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനെന്തിനാണ് ഈ ഹങ്കർ കുറഞ്ഞിട്ടും ഫുഡ് കഴിക്കാൻ നടക്കുന്നത്? ജമ്പ് ചവല്. ഓക്കെ. നമുക്കിവിടെ ഒരു കുഴി ഒഴിക്കാം. എന്നിട്ട് അടിയിൽ ജസ്റ്റ് വാട്ടർ, പിന്നെന്താ ഒരു സ്ലാബ് ഉണ്ടായിക്കൊണ്ട്. ഓക്കെ. ഇവിടെ ബ്രൂയിങ് സ്റ്റേഷനല്ല ബ്രൂയിങ് സ്റ്റാൻഡ് ഇവിടെ ഇരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ആനുവൽ വെക്കാം. പിന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ മറ്റേ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചോളാം. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടുപിടിച്ച ഡയമണ്ട് വെച്ചിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാകും. പിന്നെ ലാപ്പിസ്, ഗോൾഡ് 2 ഉള്ളൂ. ലാപ്പിസ് ഇരിപ്പുണ്ട്, പിന്നെ റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്. പിന്നെ 30 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചെടുത്തല്ല, 30 കൂടുതൽ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് ഈ ഒരു ഷവലും ഉണ്ടാക്കി, ഈ ഒരു ആക്സ് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ഇൻവെൻറ്ററി നിങ്ങൾ ആയിക്കോട്ടെ. ഓക്കെ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചപ്പോഴത്തേക്കും എൻ്റെ പെട്ടി അറിഞ്ഞു. നീ പുതിയ ഒരെണ്ണം ഉണ്ടാക്കണം. അല്ല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അകത്തുണ്ടല്ലോ ഇത്ര. ഞാൻ എന്തായാലും മറ്റേ സെപ്പറേറ്റ് ചെയ്തൊന്നും വെക്കത്തില്ല, ഓരോന്ന് ചുമ്മാ അടിക്ക് പറക്കൊക്കെ ഉള്ളൂ. ഈ വേൾഡിലത്തെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കിയേക്കാം. 3 ഡയമണ്ട്, ഒരു പിക്കാക്സ്. ഇതെനിക്ക് നല്ല രീതിക്ക് യൂസ് ഉണ്ട് മൈനിങ്ങിനൊക്കെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി ഇന്നത്തെ എപ്പിസോഡിൽ. ബാക്കി 2 ഡയമണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, വേറെ എന്തിനൊക്കെ യൂസ് ആവും. അയ്യോ, നൈറ്റ് അവർ എപ്പോഴും ബെഡിൻ്റെ കാര്യം ഓർക്കുന്ന. ബെഡ് എവിടെ? മഞ്ഞ ബെഡ്. കിടന്നുറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി പറയാം. ഫ്യൂച്ചർ പ്ലാൻ അല്ല, ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. ഫ്യൂച്ചറിനെ കൊണ്ട് എനിക്കിപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ല. അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഈ ക്രീപ്പറിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് പൊട്ടിച്ചാലാം. അടച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ട്രീ വെക്കും. ചെറിയുടെ ആ ഒരു ലീവ്സ് വെച്ചിട്ടൊരു ചെറിയൊരു ട്രീ വെച്ചിട്ട്, എന്നിട്ട് അടുത്തൊരു കുറേ പൂവൊക്കെ നട്ടിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കാനാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലത്തെ പ്ലാൻ. ഞാൻ ആദ്യം വിചാരിച്ച നടുക്കൊരു വാട്ടർ ഫൗണ്ടൻ. പിന്നെ വിചാരിച്ച് വാട്ടർ ഫൗണ്ടൻ വേണ്ട, നമുക്ക് ട്രീ വെക്കാമെന്ന് പറയും, ക്യൂട്ട് ട്രീ. എന്നാലേ കുറച്ചുകൂടി ഒരു അടിപൊളിയാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിലത്തെ പ്ലാൻ. ഗൈസ്, ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നേരത്തെ പറഞ്ഞ ഗാർഡൻ ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്യാദർ വെച്ചോളാം. പിന്നെ പെട്ടിക്കകത്ത് ഐറ്റംസ് അകത്തുകൊണ്ട് വെച്ചോളാം. അടുത്ത വീഡിയോ കാണാം.